അപ്പുക്കുട്ടൻ എവിടെ? അപ്പുക്കുട്ടൻ എവിടെന്നാ ചോദിച്ചത്? നിങ്ങൾ അവനെ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് കാണണോ? നിനക്ക് കാണണോടാ? അപ്പുക്കുട്ടന് നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവനൊന്ന് കാണിച്ചു. എനിക്കറിയാം, ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അവരെ കൊല്ലരുത്, ഞാൻ പറയാം. ഞങ്ങൾക്കറിയാതെ പറഞ്ഞില്ലേ? അവരെ പുറത്തെടുക്കുക, അവരെ പുറത്തെടുക്കടാ, പുറത്തെടുക്കടാ പന്നി. അവൻ ചത്തുകൂടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയൂല, ചത്താലും പറയൂല. അപ്പുക്കുട്ടൻ എവിടെ? അതിനു മുമ്പ് ആ പെട്ടി എവിടെ ഉണ്ടെന്ന് പറ. അതിന് തന്നെയാ ചോദിക്കുന്നത്, അപ്പുക്കുട്ടൻ എവിടെയെന്ന്. അവന്റെ കയ്യിലാ പെട്ടി. ആദ്യം അവനെ കൊണ്ടുവാ. മാധവ, എന്റെ പല്ല്. ഒച്ച വെക്കണ്ട. ഇനി നമ്മളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. അതുകൊണ്ട് നമുക്കതങ്ങ് തിരിച്ചു കൊടുത്തേക്കടാ. അതങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കാൻ. ഏത്? സേതു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ ആ പെട്ടി? എന്റെ കയ്യിലോ? എപ്പോ? എടാ, ഇനിയും നിന്റെ അവനെയൊക്കെ മതി. വല്ലവന്റെ ഒരു പെട്ടിക്ക് വേണ്ടി ജീവൻ കളയാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മര്യാദക്ക് അതങ്ങോട്ട് കൊടുക്കാൻ. എന്റെ ദൈവമേ, ഗോവിന്ദൻകുട്ടി, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? കണ്ണിറക്കി കാണിക്കുന്നോ? എന്താടാ കാര്യം? അപ്പുക്കുട്ടാ, നീ പറയണ്ടാ. ഗോവിന്ദൻകുട്ടി, നീ ചുമ്മാ പണിയരുത്. അവനെ കൊണ്ട് ഞാൻ പറയിക്കാൻ നോക്കുമ്പോ നീ ഒരുമാതിരി വേഷം കെട്ടെടുക്കുന്നു. എടാ അപ്പുക്കുട്ടാ, നീ ഒന്ന് പറഞ്ഞ് തൊലക്കടാ. നീ പറയണ്ട അപ്പുക്കുട്ടാ. ഇന്നോടല്ലേ പറഞ്ഞത്? നീ പറയിപ്പിക്കല്ലേ? തോമസ് കുട്ടി, എന്താടാ ഇതൊക്കെ? പറയടാ തെണ്ടി, അത് എവിടെ ഇരിപ്പുണ്ടെന്ന്. ഏത്? രക്ഷപ്പെടാൻ നീ സമ്മതിക്കില്ലല്ലേടാ. ആക്ടിങ് ആണില്ലേ? അയ്യോ, വെട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കണോടാ. ഞാൻ പറയില്ല പട്ടി. അപ്പുക്കുട്ടാ, ഓടിക്കോ, ഓടിക്കോ. മാധവ നിക്കടാ. മാധവ നിക്കണ്ടടാ, ഓടിക്കോ. തോമസ് കുട്ടി, ഓടി വാടാ. മാധവ, തോമസ് കുട്ടി, വാ, വേഗം വാടാ. എന്റെ അമ്മോ, ലവന്മാരല്ലേ ഇത്? അണ്ണാ
ദേവന്മാര് പിടിച്ചോ. തോമസ് കുട്ടി വിട്ടോടാ. വിടരുത്, നിക്കടാ. വേഗം വേഗം വാ. വാടാ. അതാരാണ്? അവരുടെ ആൾക്കാരാ. അവന്മാർ ആളെ വിളിച്ചോണ്ടാ വന്നിരിക്കുന്നത്. പിടിച്ചോ. നിങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്തിറങ്ങി നോക്കിട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശടാ, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലേ? ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നിട്ടില്ലേ? അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഒന്നുകിൽ ആ ഹോനായി, ഇല്ലെങ്കിൽ ആ മറ്റവനും അവന്റെ കൂട്ടുകാരും. രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും. അത് ഉറപ്പാ. നോക്കിക്കോ. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? എന്നിട്ട് വേണം അവരുടെ ഇടിയും കൂടെ കൊള്ളാൻ. മഹാദേവ, നമുക്കിനി ആരെയും കാണണ്ട. ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം. എങ്ങോട്ട് പോകാൻ? ഏത് നരയത്തിലാണെങ്കിലും ശരി. ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം. നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുണ പറഞ്ഞു പോയി. ശരിയാ എന്ന് വിചാരിച്ച് ഒളിച്ചോടണ. നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ? അതെ, അതാ അതിന്റെ ബുദ്ധി. മഹാദേവ, നമുക്കെല്ലാം അവളോട് തുറന്നു പറയാം. നിങ്ങൾ വാ. ഇതെന്താണ് പോലീസും പട്ടണവും ഒക്കെ? മിണ്ടാതിരിക്കടാ. നമുക്ക് പോകാടാ, പോകാം. കുഴപ്പമാ. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി. നമ്മളെ പറ്റി പറയുന്നെന്നാ തോന്നണേ. നമ്മളെ പറ്റിയൊന്നും ആയിരിക്കില്ല. നീ വാ. എന്റെ ദൈവമേ, ദേ നിൽക്കണവൻ എന്നെ കൊല്ലാൻ വന്നോൻ. ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കിയ. അവനുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ. സേതുവിനെ യുവന്മാരാ കൊന്നിരിക്കുന്നത്. വിടരുത്, ഒന്നിനെ വിടരുത്. ഇവിടെ വരൂ. വരാനാ പറഞ്ഞത്. തോമസ് കുട്ടി വിട്ടടാ. പിടിക്കവരെ. അവരാരും വിടരുത്. വാടാ, വാടാ വേഗം വാ.